പാഠം 359 അതിഥി ദേവോ ഭവ. ഹലോ, അതെ. ആ ഉണ്ട്, കൊടുക്കാം. ഭാമേ, ആരാ? വിദ്യാലക്ഷ്മി. ആ വിദ്യ. ആ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഇന്നലെ രാത്രി സാധാരണ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കെന്തോ വലിയ കോള് വരുന്നുണ്ടെന്ന്. ഒക്കെ സസ്പെൻസ് ആണ്, ഇന്ന് പറയാമെന്ന്. എന്താ സംഭവം എന്നറിയോ? എനിക്കാണ് ടെൻഷനായിട്ട് പാടില്ലേ. പറഞ്ഞത് സദാനന്ദൻ സാർ ആയതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും കാണുമെന്നുള്ള കാര്യം ഉറപ്പാ. ആണോ? ശരി ശരി, എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണേ. കഷ്ടം. നിന്റെ സീനിയറായ സദാനന്ദൻ സാറ് ഇന്നലെ നിന്നെ വിളിച്ച് ഒരു കോളുണ്ട് എന്ന് പറഞ്ഞതിനാണോ ഈ ശ്വാസമുടലും അഭ്യാസമൊക്കെ? സീനിയർ വക്കീല് ജൂനിയർ വക്കീലിനെ വിളിച്ച് ഒരു കോളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുള്ളൂ. ഏതോ പിടിച്ചുപറി കേസോ മോഷണ കേസോ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നു. എന്നാ അങ്ങനെയല്ല മോഹനേട്ടാ. ആഴ്ചയിൽ എത്രമാത്രം കേസാ സദാനന്ദ സാറിനെ ഏൽപ്പിക്കാറുള്ളത്? അപ്പോഴൊന്നും ഇങ്ങനൊരു മുഖവരം ഉണ്ടാവാറില്ല. ഇതെന്തോ വലിയ കേസാണ്. ഭാമേ, വലിയ കേസ് എന്നുള്ളത് കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാളെ കൊല്ലുന്നത് ചെറിയ കേസ്, 5 പേരെ കൊല്ലുന്നത് വലിയ കേസ് എന്നാണോ? ഒരു വക്കീലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ കേസ് കൊലക്കേസല്ലേ? ആരാണ് ഈ വിവരക്കേട് മോഹനേട്ടൻ പറഞ്ഞു തന്നത്? ഒരു വക്കീലിന് ക്രിമിനൽ കേസ് മാത്രമല്ല വാദിക്കാനുള്ളത്. മോഹനേട്ടൻ കണ്ണുംപൂട്ടി അനുസരിക്കുന്ന സർക്കാർ ഉത്തരവുകൾ വരെ ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാറുണ്ട്. എത്രയോ കേസിൽ സർക്കാർ തീരുമാനം റദ്ദാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒരു വില്ലേജ് ഓഫീസർ വിചാരിച്ചാലോ സർക്കാരിന്റെ ഒരു തീരുമാനം മാറ്റാൻ പറ്റില്ല. സർക്കാർ എന്തു പറയുന്നു അത് കണ്ണുപൂട്ടി നിന്ന് അനുസരിക്കാം. അത്രയേ ഉള്ളു കാര്യം. നീ ഇപ്പോ സർക്കാരിന്റെ എന്ത് തീരുമാനമാണ് തിരുത്താനായിട്ട് പോകുന്നത്? സർക്കാർ തീരുമാനം തിരുത്താൻ പോവാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ വക്കീലന്മാരെ കൊണ്ട് സാറേ അതൊക്കെ സാധിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ നാട്ടിൽ നിങ്ങൾ വക്കീലന്മാരെക്കാൾ വില വില്ലേജ് ഓഫീസർ. നാട്ടിലെന്ന് സാറ് പറയല്ലേ. വില്ലേജ് ഓഫീസിൽ വില വില്ലേജ് ഓഫീസർക്കാണെന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു തരാം. അത്രയേ ഉള്ളു കാര്യം. ഹലോ, അതെ. ആ ഉണ്ട്, ഞാൻ കൊടുക്കാം. മോഹനേട്ടനാ? ആരാ? ഞാൻ ചോദിച്ചില്ല. ഹലോ, അതെ. നമസ്കാരം സാർ. ഞാൻ തഹസിൽദാരോട് സൂചിപ്പിച്ചിരുന്നു. പുള്ളിക്കാരൻ നല്ല മനുഷ്യനാ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇങ്ങോട്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല സാർ. ഞാൻ ഒന്നുകൂടി തഹസിൽദാരെ വിളിക്കാം. അതെയോ? എങ്കിൽ ശരി, ഞാനൊരു 9:30 കാണും. ശരി. ഭാമേ, നീ എന്താ കുറച്ചു മുമ്പ് പറഞ്ഞത്? നാട്ടിൽ വില്ലേജ് ഓഫീസറേക്കാൾ വില വക്കീലിനാണെന്നോ? എടീ, കെ മോഹനേഷിനെ കാണാൻ ഒരാൾ ഇങ്ങോട്ട് വരുന്നു. അത് ആരാണെന്നറിഞ്ഞാൽ നീ ഞെട്ടും. ബില്ലാദൻ? ബില്ലാദൻ മരിച്ചുപോയില്ലേ? കേരളത്തിലെ ആളുകളെല്ലാരും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ എന്നെ കാണാൻ എന്റെ വീട്ടിലേക്ക് വരും. നിന്നെ പോലുള്ള വക്കീലന്മാരെ സാധാരണ കാണാൻ വരുന്നത് വല്ല കള്ളന്മാരോ പിടിച്ചവരിക്കാരോ കൊലപാതകളോ അല്ലേ? ഇന്ന് നിനക്ക് മനസ്സിലാവും സമൂഹത്തിൽ കെ മോഹനേഷിന്റെ വില എന്താണെന്ന്. അതാരായിരിക്കും? എന്തായാലും താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണ്. വില്ലേജ് ഓഫീസറെ ഒന്ന് ചുരണ്ടി നോക്കിയാലോ? ശരിയായിട്ടുണ്ട്, നാളെ കഴിക്കാം. ചുമയുണ്ടോ? ഇല്ല. ആരാ മോഹനേട്ടാ വരുന്നത്? ആര് വരുന്നെന്ന് പറഞ്ഞത്? അത് വരുമ്പോ കണ്ടാ മതി. ഞെട്ടാ, നീ തയ്യാറായിക്കോ. വരുമ്പോ ഞാൻ ഞെട്ടിക്കോളാം. പക്ഷെ ഇപ്പൊന്ന് പറ, വരുന്നത് ആരാ? എന്തായാലും നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ല. വരുന്ന ആൾക്ക് ഒരു ചായ കൊടുക്കാന്നുള്ളത് നാട്ടിലെ എല്ലാ വീട്ടിലുള്ള ഒരു മര്യാദയാണ്. ഞാൻ ചായ ഉണ്ടാക്കണമെങ്കിൽ വരുന്നത് ആരാണെന്ന് എനിക്ക് അറിയണം.
അങ്ങനെ നീ ആളറിഞ്ഞ് ചായ ഉണ്ടാക്കണ്ട. എനിക്കെന്നും ഉണ്ടാക്കി തരുന്ന പോലെ ചായ ഉണ്ടാക്കിയാൽ മതി നീ. ഓ, മോഹനേട്ടാ, ആളാരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചായ ഉണ്ടാക്കി തരില്ല. പിന്നെ നാട് വിറപ്പിക്കുന്ന വില്ലേജ് ഓഫീസറെ കാണാൻ ഈ സമൂഹം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാൾ വന്നു കയറിയിട്ട് അയാൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ചായ പോലും കൊടുത്തില്ല എന്ന് പരാതിയാകും. മാനം പോകുന്നത് വില്ലേജ് ഓഫീസറുടെ തന്നെ ആയിരിക്കും. കഷ്ടം. വീട്ടിൽ വരുന്ന മാന്യനായ ഒരു അതിഥിക്ക് ചായ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോ വില പേശുന്നു. ഇതാണോ മര്യാദ? വീട്ടിൽ കയറി വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. എന്നോടത് പറയാൻ പറ്റില്ലെങ്കിൽ അയാള് ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിക്കണ്ട, അത്രേ ഉള്ളൂ കാര്യം. അതവൾ കാര്യമായിട്ടാണോ പറഞ്ഞത്? തൽക്കാലം പിണക്കാതിരിക്കുന്നതാണ് ബുദ്ധി. നിന്റെ ഭീഷണിയായിട്ട് ഭയന്നിട്ടൊന്നുമല്ല. പക്ഷേ വരാൻ പോകുന്ന ആരാണെന്ന് ആലോചിച്ച് വെറുതെ നിന്റെ കുഞ്ഞു തലച്ചോറ് പോയിക്കണ്ടെന്ന് കരുതിട്ട് മാത്രം പറയാൻ പോകുന്നതാ. എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. മോഹനേട്ടൻ ആ പേര് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ പറയാതിരുന്ന നീ ചായ ഉണ്ടാക്കൂലെന്നല്ലേ പറയുന്നത്? ഞാൻ ചോദിച്ചപ്പോ പറയാത്ത സ്ഥിതിക്ക് ഇനി പറഞ്ഞാലും ഞാൻ ചായ ഉണ്ടാക്കി തരില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറെ കണ്ട് ഒരു ഔദ്യോഗിക കാര്യം സംസാരിക്കാൻ നാട്ടിലെ വളരെ പ്രശസ്തനായ ഒരാൾ വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ വരുമ്പോൾ വില്ലേജ് ഓഫീസറുടെ ഭാര്യ അയാൾക്കൊരു ചായ പോലും ഉണ്ടാക്കി കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ? മോഹനേട്ടൻ ഈ പറഞ്ഞതിലെ ഒരുപാട് തെറ്റുകളുണ്ട്. ഒന്നാമത്തേത്, വില്ലേജ് ഓഫീസറുടെ ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കാനുള്ളവർ വില്ലേജ് ഓഫീസിലേക്കാണ് ചെല്ലേണ്ടത്, വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്കല്ല. ഇനി രണ്ടാമത്തേത്, ഭർത്താവിനെ കാണാൻ വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനല്ല ഞാൻ കല്യാണം കഴിച്ചത്. വേണമെങ്കിൽ ഒരു നാട്ടു നടപ്പിന്റെ പേരിൽ ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ഭർത്താവിനെ കാണാൻ വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ ഞാനേ ഇവിടുത്തെ വേലക്കാരി അല്ല. ഇത് വാശി. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നീ വലിയ വക്കീലാണെന്നും വക്കീലന്മാരാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ ആളുകളാണെന്നും നീ 10 മിനിറ്റ് മുമ്പ് പറഞ്ഞതാ. അതിന് തൊട്ടു പിന്നാലെ എനിക്കൊരു ഫോൺ വന്ന് എന്നെ കാണാൻ വരുന്നത് ഒരു വലിയ ആളാണെന്നോട് അറിഞ്ഞപ്പോ നിനക്ക് അസൂയ. സമേ, നിന്റെ അഹങ്കാരത്തിന് ദൈവം തന്ന ശിക്ഷയാണ് പ്രഭാകരൻ സാറിനെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് അയച്ചത്. പ്രഭാകരൻ സാറോ? ഏത് പ്രഭാകരൻ സാറ്? എത്ര പ്രഭാകരൻ സാർമാരെ നിനക്ക് അറിയാം? ഓ, മനസ്സിലായി. ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ സമരം ചെയ്യുന്ന പ്രഭാകരൻ സാറ് അല്ലേ? പുള്ളിക്കാരനാണോ വരുന്നത്? എന്താ പ്രഭാകരൻ സാർ എന്നറിഞ്ഞപ്പോ നിനക്കൊരു പുച്ഛം? നമ്മുടെ നാട്ടിൽ അത്രത്തോളം പ്രശസ്തനായ ആളുകൾ ബഹുമാനിക്കുന്ന ആരുണ്ട് വേറെ? അങ്ങനെയുള്ള പ്രഭാകരൻ സാർ വരുമ്പോഴാണ് നീ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് പറയുന്നത്. എനിക്ക് പ്രഭാകരൻ സാറിനോട് വിരോധമൊന്നുമില്ല. പക്ഷെ പ്രഭാകരൻ സാറ് മോഹനേട്ടനെ ഒന്ന് കാണാൻ വരുന്നു എന്നതിന്റെ പേരിൽ എന്നെ കളിയാക്കിയ സ്ഥിതിക്ക് ഇനിയും ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ആത്മാഭിമാനമുള്ള മുഴുവൻ വക്കീലന്മാരോടും ഞാൻ ചെയ്യുന്ന ദ്രോഹമായിരിക്കും. പ്രഭാകരൻ സാർ ഇത്ര പെട്ടെന്നെത്തിയോ? അത് പ്രഭാകരൻ സാറല്ല, ഉത്തമനാണ്. ഉത്തമൻ എന്തിനാ വന്നത്? അത് ഉത്തമനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും വില്ലേജ് സംഭവം തന്നെയാണ്. പ്രഭാകരൻ സാറിനെ പോലെ ഒരാൾ ഇങ്ങോട്ട് വന്ന് കാണുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? നമസ്കാരം സാറേ. നമസ്കാരം. സാറിന് അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ. നമ്മുടെ പുളിക്കലെ തോമസ് കുട്ടി ഒരു പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ തന്നത് സാറിന് ഓർമ്മയുണ്ടോ? അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് അയച്ചതാണല്ലോ. അയച്ചു. പക്ഷെ താലൂക്കിലെ റിപ്പോർട്ടെത്തി, പരസ്യവും ചെയ്തു ഗസറ്റില്. പക്ഷെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മാസം 2 കഴിഞ്ഞു. സാറേ, ഇതുവരെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അതെന്തുപറ്റി? എന്ത് പറ്റിയെന്ന് എനിക്ക് നിശ്ചയമില്ല. ഈ താലൂക്ക് ഓഫീസിൽ ആരുടെയോ മേശമേലത് കുടുങ്ങാനാണ് സാധ്യത. എനിക്കാണെങ്കിൽ താലൂക്ക് ഓഫീസിലുള്ളവർ അത്ര പരിചയവുമില്ല. സാറൊന്ന് വിചാരിച്ചാൽ എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റും. ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് താലൂക്ക് ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പൊ അന്വേഷിക്കാം. ഓ ശരി സാറേ, വലിയ ഉപകാരം. ഉത്തമ, ഗവൺമെന്റ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസർ പ്രഭാകരൻ സാറിനെ ഉത്തമൻ അറിയാമോ? അതെന്ത് ചോദ്യം സാറേ?
പ്രഭാകര സാറിന് അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഇങ്ങോട്ട് നിന്നോ. ആ ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത കേസിന്റെ സമരത്തിന്റെ മുമ്പില് ഈ പ്രഭാകര സാറല്ലേ നിന്നത്? ആണല്ലോ. പ്രഭാകരൻ സാറിനെ പോലെ ഒരാളുമായി അടുത്ത പരിചയം ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമല്ലേ? എന്റെ പൊന്നെ, വല്ല സംശയമുണ്ടോ? സാറേ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പത്രത്തിൽ പടം വരുന്ന ആളല്ലേ ഈ പ്രഭാകര സാറ്? അങ്ങനെ ഒരാളെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞ സാറേ, അതൊരു അഭിമാനം തന്നെയാണ്. എന്നാൽ എനിക്ക് പ്രഭാകരൻ സാറിനെ പരിചയമുണ്ട്. അതെന്തോന്ന് വർത്താനം സാറേ? കാണുമല്ലോ. എന്താ പറഞ്ഞു വരുമ്പോ ഈ പ്രഭാകര സാറും ഈ കെ മോഹനൻ സാറും ഒക്കെ ഒരേപോലെ അല്ലേ? എനിക്ക് മനസ്സിലായില്ല. അതെനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി. അതായത് പരിസ്ഥിതി സ്നേഹി, സത്യസന്ധൻ, അഴിമതിയുടെ അയൽവക്കത്ത് പോലും പോവാത്തവൻ. സാറേ, ഒരു കാര്യം പറഞ്ഞ ഒന്നും വിചാരിക്കരുത്. സാറ് പ്രഭാകര സാറും ഒക്കെ ഒരൊറ്റ ലൈനല്ലേ? ലൈനൊക്കെ ഒറ്റയായിരിക്കും. പക്ഷേ സർക്കാർ കോളേജിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ഒരു പ്രൊഫസറും റവന്യൂ വകുപ്പിലെ ഒരു അപ്പർ ഡിവിഷൻ ക്ലർക്കും ഒരുപോലെയാണ് എന്ന് പറയുന്നത് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഉത്തമം കേട്ടല്ലോ. ഇതിനെയാണ് നമ്മൾ അസൂയ എന്ന് വിളിക്കുന്നത്. അയ്യോ, ഈ പറഞ്ഞ പ്രഭാകരൻ സാർ എന്നെ കെ മോഹനേഷിനെ കാണാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഈ ശ്വാസം മുട്ടൽ തുടങ്ങിയതാ ഇവക്ക്. അമ്പമ്പോ, സാറിനെ കാണാൻ പ്രഭാകര സാറ് ഇങ്ങോട്ട് വരുന്ന? ഈ വാർത്ത കേട്ടപ്പോ ഉത്തമം പോലും കാരണം വരാൻ പോകുന്ന പ്രഭാകരൻ സാറിന്റെ മഹത്വം ഉത്തമന് വരെ അറിയാം. പിന്നെ പാമയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. സാർ എന്നെ കാണാൻ വരുന്നു അറിഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റാതെ വൈക്കോലും ഞെട്ടിയതാ. പക്ഷേ ഞെട്ടല്ലോ പുറത്ത് കാണിച്ചില്ല. പുറത്ത് കാണിച്ചാൽ അത് എന്നെ അംഗീകരിച്ചതുപോലെ ആവില്ലേ? അസൂയേ, നിന്റെ പേരോ സത്യഭാമ? ഉത്തമ, ഹൈവേക്ക് വേണ്ടി സ്ഥലം എടുക്കുമ്പോ കിടപ്പാടം പോകുന്ന ആളുകൾക്ക് മാന്യമായ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാണല്ലോ സമരം. സംഭവത്തെ പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ കളക്ടർ തഹസിൽദാരോട് പറഞ്ഞിരുന്നു. തഹസിൽദാർ ആ ജോലി എന്നെ ഏൽപ്പിച്ചു. കാരണം ഒരു ജോലി ഭംഗിയായി നടക്കണമെങ്കിൽ അത് കെ മോഹനേഷിനെ ഏൽപ്പിച്ചാൽ മതിയെന്ന് തഹസിൽദാർക്കറിയാം. നിന്റെ പേരോ മോഹനകൃഷ്ണൻ? ഇത് ആത്മപ്രശംസ അല്ല, സത്യമാ, സത്യം. അങ്ങനെ ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ തുടങ്ങിയപ്പോഴേ പ്രഭാകരൻ സാർ എന്നെ വന്ന് കണ്ടായിരുന്നു. നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ആവുന്ന വിധം സഹായിക്കാമെന്ന് ഞാൻ പ്രഭാകരൻ സാറിന് ഉറപ്പും കൊടുത്തു. അന്ന് പോകാൻ നേരം പ്രഭാകരൻ സാർ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ ഉത്തമ? ഇല്ല ഇല്ല. മോഹനകൃഷ്ണ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായത് നന്നായി. ഞങ്ങളുടെ കാര്യങ്ങൾ ഉള്ളു തുറന്ന് പറയാൻ പറ്റിയല്ലോ എന്ന്. എന്റെ പൊന്നി, മോഹനകൃഷ്ണന് പ്രമോഷൻ കിട്ടി തഹസിൽദാരോ കളക്ടറോ ആകുന്നതോടെ ഈ ജില്ല തന്നെ രക്ഷപ്പെടുമല്ലോ എന്ന്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആവുന്നതോടെ ഈ സംസ്ഥാനം മുഴുവൻ രക്ഷപ്പെടുമല്ലോ എന്നും. ഇപ്പോ ആ സമരത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പ്രഭാകരൻ സാർ ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞപ്പോ പാവം സഹിക്കുന്നില്ല. ഞാൻ വലിയ ആളാണല്ലോ. ഞാനും കൂടി പോകുമ്പോ നമുക്കൊരു അസൂയ. ആ അസൂയ തീർക്കാൻ എവള് കണ്ടുപിടിച്ച കണ്ടുപിടിച്ച വഴി എന്താണെന്ന് അറിയാമോ ഉത്തമന്? ഇല്ല. പ്രഭാകരൻ സാർ വരുമ്പോ ചായ ഉണ്ടാക്കി തരില്ലെന്ന്. ഇങ്ങനെയാണോ ഒരു ഭാര്യ ഭർത്താവിനോട് വാശി തീർക്കുന്നത്? ഒരു അതിഥി വീട്ടിൽ കയറി വരുമ്പോ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുന്നത് ഒരു മര്യാദയല്ലേ? ഇവിടെ ഉള്ളത് കൊടുത്താൽ മതി, കുഴപ്പമില്ല. നല്ല പഴങ്കഞ്ഞി. അതല്ലാതെ വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എന്നോട് ഈ സത്യഭാമയോട് മാന്യമായിട്ട് പെരുമാറണമായിരുന്നു. വരുന്നത് ആരാണെന്നൊന്ന് ചോദിച്ചപ്പോഴേ വരുമ്പോൾ കണ്ടാ മതി എന്നാണ് ഈ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണ സാർ എന്നോട് പറഞ്ഞത്. ഒടുവിൽ ചായ ഉണ്ടാക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് വരുന്നത് പ്രഭാകരൻ സാറാണെന്ന് എന്നോട് പറഞ്ഞത്. നീ ഉണ്ടാക്കുന്ന ചായ പ്രഭാകരൻ സാറിന് വേണ്ട. ഉത്തമ, കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ഒരു ഫ്ലാസ്കിൽ 2 നല്ല ചായ വാങ്ങിക്കൊണ്ടു. പുഷ്കറിന്റെ ബേക്കറിൽ നിന്ന് ഒരു കവർ നല്ല ബിസ്ക്കറ്റ് വാങ്ങിക്കും. ആമയ്ക്ക് വിവരമില്ലെങ്കിലും കെ മോഹനേഷിന്
തന്റേതായ മര്യാദ കാണിക്കാതിരിക്കാൻ പറ്റൂ? അല്ല സാറേ, ഒരു അതിഥി വരുമ്പോ പുറത്തുനിന്ന് ചായ വാങ്ങാന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അഹങ്കാരികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഉത്തമം വേഗം പോയി ചായയും ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വാ. വക്കീലെ, അതിന്റെയൊക്കെ കാര്യമുണ്ടോ? ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പായിക്കൂടെ? ഈ കാര്യത്തിൽ ഓരോ ഒത്തുതീർപ്പിനുമില്ല. ചായ കൃഷ്ണൻകുട്ടിയുടെ അടുത്ത് തന്നെ ഇങ്ങ് വരട്ടെ. സാറേ, അപ്പൊ പിന്നെ വാങ്ങാം അല്ലേ? പെട്ടെന്ന് വേണം. പ്രഭാകരൻ സാർ ഏത് നിമിഷം ഇവിടെ വരും. ശരി. ഹമേ, നിനക്കൊരു ധാരണയുണ്ട്. നീ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാനെന്ന്. അത് തെറ്റാണ് എന്ന് ഇപ്പൊ മനസ്സിലായോ? ഒട്ടും മനസ്സിലായതേ ഇല്ല. പ്രഭാകരൻ സാറിനെ പോലെ ഒരാൾ എന്നെ കാണാൻ വരുമ്പോ സ്വാഭാവികമായിട്ടും ഒരു പെണ്ണ നിലയിൽ നിനക്ക് അസൂയ തോന്നും. പക്ഷേ ആ അസൂയ ഉള്ളിലൊതുക്കുന്നതിന് പകരം വീട്ടിൽ വരുന്ന ആൾക്ക് ചായ പോലും ഉണ്ടായി കൊടുക്കാതെ എന്നെ അപമാനിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് കൂടിയില്ല. പ്രഭാകരൻ സാറ് ഇവിടെ മോഹനേട്ടനെ കാണാൻ വരുന്നു എന്നതിന്റെ പേരിൽ മോഹനേട്ടനാണ് എന്നെ കളിയാക്കാൻ വന്നത്. അങ്ങനെയുള്ളപ്പോ ഞാൻ ഇനി ചായ ഉണ്ടാക്കി കൊടുത്ത് പ്രഭാകരൻ സാറിനെ പ്രസാദിപ്പിച്ചാൽ അതും മോഹനേട്ടന്റെ ക്രെഡിറ്റ് ആവും. എന്റെ ചെലവിൽ അങ്ങനെ മോഹനേട്ടന് വലിയ ആളാവണ്ടെന്ന് ഞാനും കരുതി. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഉത്തമൻ വാങ്ങിക്കൊണ്ട് വരുന്ന ചായയും ബിസ്ക്കറ്റും ഒക്കെ പ്രഭാകരൻ സാറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാം, സാറേ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, മോഹനേട്ടൻ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയതാണ് എന്ന്. അപ്പോഴോ അങ്ങനെ പറഞ്ഞാൽ നിന്റെ മാനം പോവും. അത്ര തന്നെ. വീട്ടിലൊരു ചായ പോലും ഉണ്ടാക്കാത്ത ആളാണ് അഡ്വക്കേറ്റ് സത്യഭാമ. അയ്യേ എന്ന് നാട്ടുകാർ പറയും. നാട്ടുകാര് അങ്ങനെയല്ല പറയാൻ പോകുന്നത്. സ്വന്തം ഭാര്യയെ കൊണ്ട് ഒരു ചായ ഉണ്ടാക്കിക്കാനുള്ള തന്റെ ഇടം പോലും ഇല്ലാത്ത ആളാണ് നാട് വിറപ്പിക്കുന്ന വില്ലേജ് ഓഫീസർ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ സഹിച്ചു. ഓ, സഹിക്കലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഹലോ, അതെ മോഹനേഷനാണ്. നമസ്കാരം സാർ. പ്രഭാകർ സാറിനെ വിളിച്ചിരുന്നു. കാണാന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കണേ സാർ. അതെ, അവരുടെ ആവശ്യങ്ങളിലും കുറച്ച് ന്യായമുണ്ടല്ലോ. ശരി സാർ. തഹസിൽദാര പ്രഭാകരൻ സാറ് എന്നെ വന്ന് കാണാൻ പോകുന്ന കാര്യം അറിഞ്ഞിരിക്കും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്നാ തഹസിൽദാർ പറഞ്ഞത്. പ്രഭാകരൻ സാർ ഇവിടെ വരുമ്പോ പറയാൻ എനിക്കൊരു ന്യായമായി. ഇത്രയും സഹായിച്ചതിന് നിന്റെ മുന്നിൽ വെച്ച് പ്രഭാകരൻ സാർ എന്നെ അഭിനന്ദിക്കുമ്പോ കേട്ടു നിന്നോളാം. ഭാമേ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ ദൈവം ദൈവം എന്ന് പറയുന്ന ആളുണ്ടെന്ന്? രാവിലെ ഒരു കേസിന്റെ പേരിൽ അഹങ്കാരം കാണിച്ചത് നീ. പക്ഷേ പ്രഭാകരൻ സാറിനെ പോലെ ഒരാളുടെ മുന്നിൽ മിടുക്കനായി നിൽക്കുന്നത് ഞാൻ. പ്രഭാകർ സാറായിരിക്കും. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ താമസിച്ചില്ലല്ലോ? ഇല്ല സാർ. അതിനെ ഫോൺ ചെയ്തിട്ട് 15 മിനിറ്റിലായുള്ളൂ. സാർ അകത്തോട്ടിരിക്കാം. വേണ്ട, ഇവിടെ ആകുമ്പോ നല്ല കാറ്റും ഉണ്ടല്ലോ. ഇവിടെ നിൽക്കുന്ന സൗകര്യം. സാറ് പറഞ്ഞ കാര്യം തഹസിൽദാരോട് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞതിൽ കുറച്ച് ന്യായമുണ്ടെന്ന് തഹസിൽദാരും പറഞ്ഞു. പക്ഷേ ഈ സർക്കാർ തീരുമാനമായതുകൊണ്ട് ഞങ്ങൾക്ക് അധികമൊന്നും ചെയ്യാനും പറ്റില്ല. എനിക്കറിയാം, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് സർക്കാരിന് വില്ലേജ് ഓഫീസറോ തഹസീൽദാരോ അതിനെതിരെ നിൽക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു വഴി തന്നെയുള്ളൂ, കോടതിയിൽ പോവുക. അഡ്വക്കേറ്റ് സദാനന്ദൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇന്നലെ ഞാൻ പുള്ളിക്കാരനുമായി സംസാരിച്ചു. അപ്പോ സദാനന്ദനാ പറഞ്ഞത്, സത്യഭാമ എന്നൊരു ജൂനിയർ അഡ്വക്കേറ്റ് ഉണ്ട്, ആള് മിടുക്കിയ. ഇത്തരം കേസുകൾ വാദിക്കാൻ സത്യഭാമയെ പോലെ സാമർഥ്യമുള്ള വേറൊരാളില്ല എന്ന്. ഇന്നലെ രാത്രി സദാനന്ദൻ സത്യഭാമയെ വിളിച്ച് കാര്യം പറഞ്ഞു എന്നാ എന്നോട് പറഞ്ഞത്. പറഞ്ഞിരുന്നു, പക്ഷെ പ്രഭാകര സാറിന്റെ കേസാണെന്ന് പറഞ്ഞില്ല. ഒരു സസ്പെൻസ് ഇരിക്കട്ടെ എന്നാ പറഞ്ഞത്. സദാനന്ദൻ അങ്ങനെയാ. അതുപോട്ടെ, കേസിന്റെ കാര്യങ്ങളെ കുറിച്ച് മോഹനകൃഷ്ണൻ സത്യഭാമയുമായി നേരത്തെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ മോഹനോട് പറഞ്ഞിട്ടുണ്ട്.
മോഹനകൃഷ്ണന്റെ ഭാര്യയാണ് സത്യഭാമയെന്ന് അറിഞ്ഞതോടെ എനിക്ക് സമാധാനമായി. മോഹനകൃഷ്ണൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂല്ലോ എന്നോർത്ത്. ഈ കേസ് വാദിക്കാൻ സത്യഭാമയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യോ, എന്ത് ബുദ്ധിമുട്ടാണ് സാർ, എനിക്ക് സന്തോഷല്ലേ ഉള്ളൂ. മോഹനകൃഷ്ണനെ ഞാൻ ചെറുതായി കാണുകയല്ല. ഈ കേസിൽ മോഹനകൃഷ്ണന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ സഹായിക്കാൻ സത്യഭാമയ്ക്കേ പറ്റൂ. സാർ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ചായ ഇല്ലല്ലോ. ചായ ഇല്ലേ? ചായ കൊടുത്തിരുന്നത് നീയല്ലേ നേരത്തെ പറഞ്ഞത്? ആളുകൾ വഴകഞ്ഞല്ലേ? ഇന്നാര് നീ പറഞ്ഞു? തന്നെയല്ലേ പറഞ്ഞത്? പ്രഭാകർ സാർ വരും ഞാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞു പറഞ്ഞു. ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. ഇല്ല സാർ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. സാറേ, എന്റെ ഈശ്വരാ. അയ്യോ, പ്രഭാകര സാർ പറഞ്ഞത് നേരത്തെ എത്തിയില്ലേ? നമസ്കാരം. ഇത് സാറിനെ കൊണ്ടുവന്ന ചായയല്ല. അതെ. എനിക്ക് വേണ്ടിയല്ലേ? അല്ലല്ല, വക്കീൽ മോഹനയുടെ സാറ് തമ്മിലൊന്നും വഴക്കുണ്ടായിട്ടുമില്ല. ചായയുടെ സൗകര്യമില്ല എന്ന് വക്കീൽ പറഞ്ഞിട്ടുമില്ല. ഇവരങ്ങനെ പറയൂലല്ലോ. ഇവര് ഭയങ്കര സ്നേഹത്തിൽ കഴിയുന്ന ദമ്പതികളാണല്ലോ പ്രഭാകര സാറേ. അത് ശരി. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. എനിക്ക് ചായ തരുന്ന കാര്യം പറഞ്ഞ് ഒരു തർക്കം ഉണ്ടായി അല്ലേ? ഉണ്ടായി. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായി. എന്തായാലും ചായ കുടിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. പോയിട്ട് അല്പം തിരക്കുണ്ട്. ഉച്ച കഴിഞ്ഞ് ഞാൻ സത്യഭാമയുടെ ഓഫീസിലേക്ക് വരാം. ഓ, വരട്ടെ. ശരി സാർ. അയ്യോ, ചായ കുടിക്കാതെ പോയി. അയ്യോ സാറേ, സാറേ സാറേ, ഇവിടെ നടന്ന കാര്യങ്ങൾ പ്രഭാകര സാറിന് മനസ്സിലായി എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെ മനസ്സിലാവാതിരിക്കും? എല്ലാത്തിനും കാരണം ഉത്തമൻ ഒറ്റയാളാ. ഇപ്പൊ ഈ ചായ പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് കൊള്ളാലോ. രാവിലെ ഭാര്യ ഭർത്താവും കൂടെ നേഴ്സറി പിള്ളേരെ പോലെ വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പൊ കുറ്റം മൊത്തം എന്റെ തലയിലായല്ലേ? ചായ ബിസ്ക്കറ്റും. ഒരു ബിസ്ക്കറ്റ് എടുത്ത് വായിൽ വെച്ചിട്ട് കുറച്ച് ചായയും കൂടെ കുടിച്ചാൽ വിശപ്പ് മാറും. അത്ര നേരം നിങ്ങൾ തമ്മിലുള്ള വഴക്കും ഇല്ലാതാവും. ഞാനില്ല എന്റെ സാമിയേ. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ വിളിയായി, അപ്പൊ ഞാൻ വരാം. എന്താ ഉണ്ടാക്കണ വിളിച്ച് നോക്കുന്നേ? ആ നാണക്കടായില്ലേ? ആര് കാരണം? ആര് കാരണം? ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യമാർക്ക് ഇങ്ങനെ തന്നെ വരണം. നാണക്കട എനിക്ക് മാത്രമല്ലല്ലോ. അതെ, നീ പ്രഭാകർ സാറിനെ കാണാൻ പറയണം. നമ്മളെ വലിയ പ്രശ്നമൊന്നുമില്ല. നിനക്ക് എന്നെ ഭയങ്കര ബഹുമാനാണെന്ന് കൂടെ പറഞ്ഞേക്കണേ. കൊള്ളാലോ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നോ മറ്റോ ഒരു പഴഞ്ചൊല്ലായി ഇവിടെ പറയാമെങ്കിലും അത് മാത്രം പറഞ്ഞതുകൊണ്ടായില്ല. പ്രഭാകരൻ സാർ വരുന്നത് തന്നെ കാണാനാണെന്ന കണക്കുകൂട്ടൽ തെറ്റിയിടത്ത് മോഹനകൃഷ്ണൻ തോൽവി സമ്മതിക്കേണ്ടതായിരുന്നു. പക്ഷേ ആള് മോഹനകൃഷ്ണനല്ലേ, അങ്ങനെയൊന്നും സമ്മതിച്ചു തരില്ല.